മനോരമ വീടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സ്വപ്ന, ഹസ്ബൻഡ് പ്രദീപ് എന്നാണ് പേര്. സ്വപ്ന വീടിൻ്റെ പുതിയ എപ്പിസോഡിൽ ഇന്ന് കാണുന്നത് ഞങ്ങളുടെ വീടാണ്. സൗപർണിക എന്നുള്ള എൻ്റെ ഒരു വീട്. കായംകുളത്ത് എരുവ എന്ന സ്ഥലത്താണ് നമ്മളുടെ വീട്. അപ്പം നമുക്കതിൻ്റെ വിശേഷങ്ങൾ കാണാം. കായംകുളത്ത് ഒരു സ്ഥാപനം, സ്വപ്ന സിൽക്സ് എന്നുള്ള സ്ഥാപനമാണ് നടത്തുന്നത്. നമുക്ക് ജ്വല്ലറി ഉണ്ട്. സിൽക്സിൻ്റെ റിനോവേഷൻ്റെ ഭാഗമായിട്ടാണ് ആർക്കിടെക്റ്റായ റെജിയും സജീവും നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പം അവർ നല്ല രീതിയിൽ നമ്മൾക്ക് ഷോപ്പ് ചെയ്തു തന്നപ്പോൾ നമ്മളുടെ വീടിൻ്റെ റിനോവേഷൻ അവരെ ഏൽപ്പിച്ചാൽ എന്താണെന്നുള്ള ഐഡിയ വന്നിട്ടാണ് അത് ഏറ്റവും നല്ല ഭംഗിയായിട്ട് രണ്ടുപേരും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. 100% നമ്മുടെ ആഗ്രഹങ്ങൾക്കെല്ലാം അനുസൃതമായിട്ട് അവർ നമ്മളുടെ മനസ്സിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് നമ്മുടെ കൺമുന്നിൽ എത്തിച്ചു തരികയാണ് ചെയ്തത്. 20 വർഷം മുന്നെയാണ് എൻ്റെ പപ്പ എനിക്ക് ഈ സൗപർണിക എന്ന ഈ വീട് പണിഞ്ഞു തന്നത്. അന്നും ഈ ഒരു മോഡൽ തന്നെയായിരുന്നു. സ്ട്രക്ചറിൽ അങ്ങനെ വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇപ്പം എൻ്റെ കുട്ടികൾ, മൂത്താൾ +1 പഠിക്കുന്നു, ചെറിയ ആൾ 6th പഠിക്കുന്നത്. ഇന്നെൻ്റെ മോളുടെ ബർത്ത്ഡേയും കൂടിയാണ്. കുഞ്ഞുങ്ങൾ രണ്ടുപേരും സ്കൂളിൽ പോയേക്കുവാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് കാണാമായിരുന്നു. അപ്പം ഇതിൽ ഈ ഒരു കുട്ടികളുടെ വളർച്ചയിൽ അവരുടെ ആവശ്യങ്ങൾ കുറച്ചും കൂടി വളർന്നപ്പോൾ, അവരുടെ കൂടെ ആവശ്യങ്ങളും വളർന്നപ്പോൾ എനിക്ക് വീടൊന്ന് റിനോവേറ്റ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് നമ്മുടെ മനസ്സിൽ വന്നപ്പോൾ ആർക്കിടെക്റ്റായ റെജിയും സജിയും ഏൽപ്പിച്ചത്. അതിൽ വീടിൻ്റെ ഇൻറ്റീരിയേഴ്സ് മാത്രമേ നമ്മളങ്ങനെ മാറ്റി, സ്ട്രക്ചറിൽ അങ്ങനെ വ്യത്യാസം വരുത്തിയിട്ടില്ല. കയറി വരുന്നത് ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്. അതിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു പൂജാ സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. നേരത്തെയും ഇങ്ങനെ തന്നെ പൂജാ സ്പേസ് ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ അതിനകം കുറച്ചും കൂടി റിനോവേറ്റ് ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് പോവാം. വിശാലമായൊരു ഹാളിലേക്കാണ് നമ്മൾ എൻട്രി ആവുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു ലിവിങ് സ്പേസാണ് കൊടുത്തേക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ ലിവിങ് സ്പേസാണ്. അവിടെ തന്നെ TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. കസ്റ്റമൈസ് ചെയ്ത ഫർണിച്ചേഴ്സാണ് നമുക്ക്. അതും റെജിയേട്ടനും സജിയേട്ടനും തന്നെയാണ് പ്രൊവൈഡ് ചെയ്തത്. വീട്ടിലേക്ക് വരുമ്പോൾ വിശാലമായ ഇടങ്ങൾ വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു ഹാൾ ഇത്രയും സ്പേഷ്യസ് ആക്കിയത്. ഡബിൾ ഹൈറ്റ് ആണ് വന്നേക്കുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷാൻഡ്ലിയർ ആണ്. ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് എടുത്തത്. ഈ ഷാൻഡ്ലിയർ 108 സ്മോൾ ലൈറ്റ്സ് എല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. മെയിൻ ഹാളിലെ ഇൻറ്റീരിയേഴ്സിൽ ഏറ്റവും ചേഞ്ച് വന്നത് ഈ ഒരു സ്റ്റെയർ ആയിരുന്നു. നേരത്തെ കോൺക്രീറ്റ് സ്റ്റെയർസ് ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞപ്പോൾ ഇത് വുഡനും ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഇപ്പോൾ നമ്മളുടെ സ്റ്റെയർസ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അത് കുറച്ച് ക്ലാസി ലുക്ക് വരാനായിട്ടാണ് ഈ ഒരു ടീക്ക് വുഡിലും ഗ്ലാസ്സിലും നമ്മൾ ഈ ഒരു സ്റ്റെയർ പണിഞ്ഞേക്കുന്നത്. നേരത്തെയുള്ള സ്ട്രക്ചറിൽ നിന്ന് വ്യത്യാസം വന്നിരിക്കുന്ന സ്റ്റെയർ സ്ട്രെയിറ്റ് ആയിരുന്നു. ഈ ഡോറിന് ഓപ്പോസിറ്റായിട്ട് സ്റ്റെയർ കാണുമായിരുന്നു. അപ്പം അതിൽ ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നത് കാറ്റും വെളിച്ചവും കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഭിത്തി പൊട്ടിച്ചിട്ട് സ്റ്റെയർ സൈഡിലോട്ടാക്കിയത്. അതിനുശേഷം നമ്മൾ അവിടെ ഒരു ഡൈനിങ് റൂമായിട്ട് സെറ്റ് ചെയ്തു. ആക്ച്വലി ഈ ഡൈനിങ് റൂം അവിടെ ഉണ്ടായിരുന്നതാണ്. ഭിത്തി കൊണ്ട് മറഞ്ഞിട്ട് ചെറിയൊരു സ്പേസ് അപ്പുറത്ത് ഒരു ഡോറായിരുന്നു. അതെല്ലാം റിനോവേറ്റ് ചെയ്തത് ഈ ഒരു ടൈപ്പിൽ ആക്കി റെജിയേട്ടനും നമുക്ക് തന്നു. ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസാണ് വരുന്നത്. ഇതും നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ്. ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ. ഡൈനിങ് ടേബിളിൻ്റെ സൈഡിൽ തന്നെ ചെറിയ 2 കൗണ്ടേഴ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യൂരിയോസൊക്കെ നമ്മൾ പലയിടത്തും ട്രാവൽ ചെയ്യുമ്പോൾ വാങ്ങിയ ഐറ്റംസാണ്. ടെക്സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഉടനീളം നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കണ്ട ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലേക്കും വേണ്ടി വാങ്ങിച്ച്, അതൊക്കെയാണ് ആ കാണുന്ന ഐറ്റംസൊക്കെ അങ്ങനെ വാങ്ങിയതാണ്. ഡൈനിങ് റൂം കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു സ്പേസ് നമ്മൾ എക്സ്ട്രാ എടുത്തതാണ്. അതായത് ഈ സ്ട്രക്ചറിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി എടുത്തേക്കുന്നത് ഈ ഒരു സ്പേസാണ്. അതിലൊരു ബുദ്ധ തീമാണ്. എനിക്ക് ഞാൻ ആരാധിക്കുന്നതാണ് ബുദ്ധയെ. അപ്പോൾ അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് വന്നതാണ് ഈ ബുദ്ധ ഒരു തീം. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ വരുന്നത്
നമ്മളുടെ വാഷ് ഏരിയ ആണ്. അവിടുന്ന് ഇറങ്ങുന്നത് ഒരു കോർട്ട് യാർഡിലോട്ടാണ്. ഈ ഒരു കോർട്ട് യാർഡും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്ത ഒരു കാര്യമാണ്. ഇതും നമ്മുടെ സ്ട്രക്ചറിൽ ഇല്ലായിരുന്നു. പിന്നെ നമ്മളുടെ നീഡ്സ് പറഞ്ഞപ്പോൾ നമുക്ക് ചെയ്തു തന്നാണ് ഈ ഒരു കോർട്ട് യാർഡ്. ഇതിൽ നമുക്ക് യോഗ, മെഡിറ്റേഷൻ അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് എനിക്ക് വേണം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ചെയ്തതാണ് ഈ ഒരു കോർട്ട് യാർഡ്. അതിൽ എല്ലാം നാച്ചുറൽ പ്ലാന്റ്സ് ആണ്. ബുദ്ധ സ്പേസിൻ്റെ മുകളിൽ സ്കൈലൈറ്റ് ഉണ്ട്, അതായത് പർഗോള ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നാച്ചുറൽ ലൈറ്റ് നമുക്ക് വീട്ടിൽ വീഴും. അത് കാരണം നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് ഇപ്പോൾ വീടിന്. പിന്നെ ഇവിടുന്ന് നമുക്ക് ഗ്ലാസ് ഡോർസ്, സ്ലൈഡിങ് ഗ്ലാസ് ഡോർസാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷട്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കോർട്ട് യാർഡിലോട്ട് ഇറങ്ങാം. ഇവിടെ നമ്മൾ ഇറങ്ങുന്നത് ആ ഒരു സ്പേസിലോട്ടാണ്. ഇത് ഓപ്പൺ സ്പേസ് ആണ്. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസാണിത്. നമ്മൾ ഈവനിങ്സ് ഒക്കെ കൂടുതലും ചിലവഴിക്കുന്നത് ഇവിടെയാണ്. എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻ വരുമ്പോഴും നമ്മൾ കേക്ക് കട്ടിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഇത് നമ്മളുടെ മനസ്സിൽ വന്നേക്കുന്നത്. ക്ലാഡിങ് കണ്ണൂർ സ്റ്റോൺ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ലാറ്ററൈറ്റ് ക്ലാഡിങ് കൊണ്ടാണ് ഈ ഭിത്തി ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന ഒറിജിനൽ സ്റ്റോൺ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ എല്ലാം നാച്ചുറൽ പ്ലാന്റ്സ്, കാരണം ഒന്നും നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് വേണ്ട എന്നുള്ളൊരു ഫീൽ വന്നിട്ടുണ്ട്. എല്ലാം പ്ലാന്റ്സും ഒരു ഗ്രാസ് ആയാലും എല്ലാം നാച്ചുറലാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെയും അതായത് ഇത് പോളിഷ്ഡ് സ്റ്റോണാണ് നമ്മൾ ഭിത്തിയിൽ പതിച്ചത്. ഇവിടെയും ഞാനൊരു ബുദ്ധയുടെ ഒരു സ്പേസ്, അതായത് എനിക്ക് എവിടെയും ഒരു പീസ്ഫുൾ അന്തരീക്ഷം വേണം എന്നുള്ളത് കൊണ്ട് മാക്സിമം ബുദ്ധയെ വെക്കാനായിട്ട് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ ഒരു ഐറ്റം കൂടി നമ്മൾ പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ 3D ആണ്. നമ്മൾ സ്ട്രെയിറ്റ് നിൽക്കുമ്പോഴും നമ്മളുടെ നേരെ നോക്കുന്ന പോലെ, നമ്മൾ ചരിഞ്ഞു വന്നാലും നമ്മളുടെ അടുത്തോട്ട് തന്നെ ആ ഒരു ലുക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്. പിന്നെ ഇരിക്കാനായിട്ട് നാച്ചുറൽ സ്റ്റോണിൽ തന്നെ സിമ്പിൾ ബെഞ്ച് 2 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ജാളി വർക്കാണ്. ഇതെല്ലാം നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ 2 വിൻഡോസിന് വേണ്ടി നമ്മൾ ക്രീപ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു നാച്ചുറൽ ലുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രീപ്പേഴ്സ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ കാണുന്ന ഈ ട്രീ എല്ലാം നമ്മൾ മണ്ണുത്തി അവിടെ പോയി പർച്ചേസ് ചെയ്ത ഐറ്റംസാണ്. നമ്മുടെ കിച്ചൺ ഏരിയ ആണ്. കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. കാരണം എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് എനിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വേണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഒരു ഓപ്പൺ കിച്ചൺ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്ത് തന്നു. അതിൽ ഹാങ്ങിങ്സ് ഇട്ടു. ഇത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ വരുന്നത് കൊറിയൻ ടോപ്പാണ്. കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ആക്ച്വലി ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വേണം എന്ന് പറഞ്ഞത്. കാരണം അവർക്ക് എനിക്ക് ചൂടോടുകൂടി തന്നെ ഫുഡ് കൊടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് അവരിവിടെ ഇരിക്കുമ്പോൾ തന്നെ അവരെ ശ്രദ്ധിക്കാൻ പറ്റും. എനിക്ക് പാചകം ചെയ്തുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കൺവീനിയൻറ്റ് കാര്യങ്ങൾ പറഞ്ഞപ്പം ഈ ഒരു സ്റ്റൈലിലാണ് ആർക്കിടെക്റ്റ് നമുക്ക് ചെയ്ത് തന്നേക്കുന്നത്. ഇതൊരു ക്രോക്കറി ഷെൽഫാണ്. അതിൽ തന്നെ ഈ ഒരു ഓവൻ യൂണിറ്റും കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു കൺസീൽഡ്, അതായത് ട്രോളി യൂണിറ്റാണ്. നമ്മൾക്ക് സ്നാക്സ് ഒക്കെ വെക്കാനും, അതായത് ചെറിയ സ്പേസിൽ മാക്സിമം സ്റ്റോറേജ് ആക്കിയതാണ് ഈ ഒരു കാര്യം വെച്ചിട്ട്. ഈ ക്യൂരിയോസ് നമ്മൾ ജയ്പൂരിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതും ജയ്പൂരിൽ തന്നെ നമ്മൾ വാങ്ങിയതാണ്. ഈ ഒരു ക്യൂരിയോസും ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. പക്ഷെ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഐറ്റംസാണിത്. മെയിൻ കിച്ചണിൽ നിന്ന് പിന്നെ നമ്മൾ എത്തുന്നത് ഒരു ചെറിയൊരു കിച്ചൺ. അതായത് ഇവിടെയാണ് കൂടുതലും ഞാൻ കുക്ക് ചെയ്യുന്നത്. കുട്ടികൾക്ക് രാവിലെ പോകുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇത് ചെറിയൊരു യൂണിറ്റാണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. റെഫ്രിജറേറ്ററിൻ്റെ സ്പേസും ഈ ഒരു ചെറിയ കിച്ചണിലാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. കിച്ചൺ കഴിഞ്ഞാൽ പിന്നെ ഒരു ഔട്ട് ഹൗസും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഒരു കിച്ചണും ഒരു ബെഡ്റൂമും പിന്നെ വാഷ്റൂമുമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾക്ക് പുറത്ത് എന്തെങ്കിലും ആവശ്യം വന്നാൽ യൂസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു ഔട്ട് ഹൗസ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇത് ചെയ്തേക്കുന്നത് തേക്ക് വുഡും ഗ്ലാസ് കോമ്പിനേഷനിലുമാണ്. നമുക്കതൊരു ക്ലാസി ലുക്ക് വരാനായിട്ടാണ് ആ ഒരു കോമ്പിനേഷൻ. പിന്നെ ഞങ്ങളുടെ ആഗ്രഹവും അങ്ങനെ തന്നെ ആയിരുന്നു. തേക്ക് വുഡും, അതായത് വുഡും ഗ്ലാസും കൂടെ കമ്പൈൻ ചെയ്തിട്ട്
ഉള്ള ഒരു സ്റ്റെയർസ് ആയിരുന്നു നമ്മുടെ ആഗ്രഹത്തിലുണ്ടായിരുന്നത്. കയറി വരുന്ന ഫസ്റ്റ് ലാൻഡിങ്ങിൽ നമ്മളിങ്ങനെ ഒരു ലീഫിൻ്റെ ഡിസൈൻ, അതായത് ഒരു ബ്രാസ് മെറ്റലിൽ ഉള്ള ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഹാളിൻ്റെ ഒരു ഫുൾ വ്യൂ കാണാൻ പറ്റും. സ്റ്റെയർ കയറി വരുന്നതിൻ്റെ സൈഡിൽ ആ ഒരു വാൾപേപ്പറാണ് നമ്മൾ ഈ ഭിത്തിക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഒരു പിസ്ത ഗ്രീൻ കളർ. ഈ കളർ കോമ്പിനേഷൻ എല്ലാം നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഈ ഒരു കളറും നമ്മുടെ ഫേർണിച്ചറുമായിട്ട് മാച്ച് ആകാൻ വേണ്ടിയാണ് ഈ ഹാളിൽ ഈ ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ കളറിലെ വാൾപേപ്പർ പ്രൊവൈഡ് ചെയ്തത്. ഈ ഒരു സ്റ്റെയർ കയറി വരുന്നതിൻ്റെ റൈറ്റിലോട്ട് കയറുന്നത് മോളുടെ ബെഡ്റൂമാണ്. മോളുടെ റൂം നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചതാണ്. കാരണം അവൾക്കായിരുന്നു വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല റൂം വേണമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് സ്പെഷ്യലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് മോളുടെ റൂമിൽ മാത്രമാണ് വുഡൻ ഫ്ലോറിങ് ചെയ്തേക്കുന്നത്. സൈഡിൽ ചെയ്തേക്കുന്നത് വാൾപേപ്പറാണ്. അവൾ ഡാൻസറാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ എടുത്ത് നമ്മൾ വാൾപേപ്പർ സെറ്റ് ചെയ്തതാണ്. മൂത്ത ആളുടെ പേര് പ്രാർത്ഥനയാണ്, +1 പഠിക്കുന്നു. ചെറിയ ആളുടെ പേര് നക്ഷത്രയാണ്, 6th പഠിക്കുന്നത്. മോൾക്ക് പഠിക്കുന്നതിൻ്റെ സൗകര്യത്തിനായിട്ട് ബെഡിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കൂടുതലും അവൾ അവിടെ ഇരുന്നാണ് പഠിക്കുന്നത്. മോളുടെ ആഗ്രഹമായിരുന്നു റൂമിന് പുറത്തൊരു ബാൽക്കണി വേണമെന്ന്. അപ്പം മോളുടെ റൂമിൽ തന്നെ ആ ഒരു വിൻഡോ നമ്മൾ ഒരു 1 സൈഡ് ഡോറായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു. സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഈ ഒരു ഗ്രില്ലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൂമിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു ഓപ്പൺ സ്പേസിലോട്ടാണ്, അതായത് ഒരു ബാൽക്കണിയിലോട്ടാണ്. അവിടെ തന്നെ നമ്മളൊരു ഈ ഒരു വുഡൻ ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ലഷർ ടൈമിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. ഇവിടെ തന്നെ ഇരുന്ന് പഠിക്കാനും നോക്കാറുണ്ട്. കാരണം അവിടെ ഇരുന്ന് കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ ഇവിടോട്ട് വന്നിരിക്കുമ്പോൾ ഒരു ചേഞ്ച് ആണല്ലോ, നാച്ചുറൽ ലൈറ്റും കാറ്റും ഒക്കെ കിട്ടിക്കൊണ്ട്. നീളത്തിലുള്ളൊരു ബാൽക്കണി സ്പേസ് ആണ് മുകളിലുള്ളത്. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ലോണിൻ്റെ ഒരു ഫുൾ വ്യൂ തന്നെ കിട്ടും. നല്ല കാറ്റും വെളിച്ചവും കയറുന്ന ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹാള് ഫുള്ളായിട്ട് കവർ ചെയ്താണ് ഈ ഒരു ഹാൻഡ് റെയിൽ നിൽക്കുന്നത്. ഈ ഒരു സ്പേസിൽ നിന്നാൽ നമുക്ക് ഈ ഷാൻഡിയറിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടുന്നത്. ഈ സ്പേസ് പോകുന്നത് ഒരു യൂട്ടിലിറ്റി റൂമാണ്. യൂട്ടിലിറ്റി റൂം എന്ന് പറയുമ്പം കുട്ടികൾക്ക് വേണ്ടി ഡാൻസിങ്ങും റീഡിങ്ങും സ്പേസാണ് നമ്മൾ ആ ഒരു റൂമിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമുക്കതിലോട്ട് നോക്കാം. ഈ ഒരു റൂമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് വലിയൊരു മിററാണ്. അത് അവരുടെ ഡാൻസിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ആവശ്യം വരുമ്പോൾ അവർക്കിത് ഉപയോഗിക്കാനാണ് ഈ ഒരു വലിയ മിറർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സൈഡിൽ കാണുന്നത് അവർക്ക് ഓരോ സ്കൂളിൽ ഓരോ കാര്യത്തിന് കിട്ടിയ ട്രോഫീസൊക്കെയാണ്. ആ ഒരു സെക്ഷൻ നമ്മൾ വേണം എന്ന് ആഗ്രഹിച്ച് തന്നെ അവർ ഈ ട്രോഫീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടായിരുന്നു. അത് വിനീറിലും വുഡൻ പാനലിലുമാണ് ചെയ്തേക്കുന്നത്. വിശാലമായൊരു ഹാളാണ് ഇതുള്ളത്. കാരണം അവർക്ക് ഡാൻസ് ചെയ്യാനും പിന്നെ റീഡിങ് സ്പേസും കൂടി നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 2 ഷെൽഫ് നമ്മൾക്ക് ബുക്സ് വയ്ക്കാനായിട്ട് യൂസ് ചെയ്തേക്കുന്നതാണ്. അപ്പം അവർക്ക് അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ആ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അവിടെ ഇരുന്ന് കംഫർട്ടബിളായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഹാളിൽ മാക്സിമം നമ്മൾ വാൾപേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്. സീലിങ്ങിലും വാൾപേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതെൻ്റെ പപ്പയാണ്. പപ്പ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല. ഞങ്ങളെ വിട്ട് പിരിഞ്ഞിട്ട് 3 വർഷമായി. പപ്പയാണ് നമ്മൾക്ക് എല്ലാം വഴികാട്ടിയും മാർഗദർശിയും എല്ലാം പപ്പയാണ്. ഇത് നക്ഷത്രയാണ്, ഇളയ മകൾ. ഇപ്പം ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ്. 6th മോള് പഠിക്കുന്നത്. ഇത് മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ് നമ്മളിനിയും കയറുന്നത്. കൺസീൽഡായിട്ടാണ് ഇവിടെ ഒരു ഡ്രസ്സിങ് സ്പേസ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ആ ഒരു ഡ്രസ്സിങ് സ്പേസിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് വാഷ്റൂംസും വരുന്നത്. കബോർഡ്സ് എല്ലാം പ്ലൈവുഡും വിനീറുമാണ് യൂസ് ചെയ്തേക്കുന്നത്. എല്ലായിടും വാം ലൈറ്റാണ് കൂടുതലും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു റൂമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലൂട്ടഡ് പാനലാണ്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഈ ഒരു ഗ്രേ കളറാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് റെജി, ഇത് സജീവ്. ഞങ്ങളാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കും ബാക്കിയുള്ള സിവിൽ വർക്കും എല്ലാം ചെയ്തത്. ഞങ്ങളിവിടെ വരുമ്പോൾ ശരിക്ക് മൂത്ത കുട്ടിയുടെ ബെഡ്റൂമിൻ്റെ
റിനോവേഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ക്ലയൻറ്റ് നമ്മളിവിടെ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്. ഇവിടെ വന്ന് ഞങ്ങൾ ഇത് കണ്ടപ്പോൾ പഴയൊരു സ്റ്റെയർ കേസ് ക്രോസ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ഇവിടെയും കൂടി നമുക്കൊന്ന് ഭംഗിയാക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ക്ലയൻറ്റ് പറയുന്നു എന്നാൽ നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതാണ് ഇതിൻ്റെ ഡിസൈനിങ്. പിന്നെ ഇതൊരു റിനോവേഷനാണ്. നമ്മൾ കുറച്ച് വാളെല്ലാം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ റൂമിൻ്റെയൊക്കെ കുറച്ച് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൂട്ടി കിച്ചൺ നമ്മൾ ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. പിന്നെ പുതിയതായിട്ട് നമ്മളൊരു കോർട്ട്യാർഡ് പുതിയതായിട്ട് എടുത്തതാണ്. പിന്നെ ഒരു ഫാമിലി ലിവിങ് ഏരിയ, അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയപ്പോഴത്തേക്കും ഇതുപോലൊരു വീടായി. ലോണിൻ്റെ ഏരിയയിലോട്ട് വരുമ്പോൾ കുട്ടികൾക്കായിട്ട് ഇവിടെ ഒരു ഊഞ്ഞാൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് സിമെൻറ്റ് പ്ലാസ്റ്റിംഗ് ആണ് ചെയ്തേക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റോണും ഗ്രാസും കൂടി മിക്സ് ചെയ്തിട്ടാണ് മുറ്റത്ത് വിരിച്ചേക്കുന്നത്. അപ്പോൾ ചെറിയൊരു ലോണാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. വീട് പോലെ തന്നെ പ്രാധാന്യമായിട്ട് തന്നെയാണ് ലാൻഡ്സ്കേപ്പിംഗ് നമ്മൾ ചെയ്തേക്കുന്നത്. കാരണം ഔട്ടർ സ്പേസ് എത്രത്തോളം ഭംഗിയാകുന്നു അത്രത്തോളം നമുക്ക് വെട്ടവും വെളിച്ചവും ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ വൈകിട്ട് ഇവിടെ വന്നിരിക്കാനൊക്കെ ഞാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിനാണ് ഈ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തത്. അപ്പം മനോരമ വീടിൻ്റെ സ്വപ്ന വീടിലൂടെ ഞങ്ങളുടെ ഈ ഡ്രീം ഹോം എല്ലാവരും കണ്ട് അപ്പം അത് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ കാണാൻ മനോരമ വീടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒന്നും കൂടി നന്ദി, നമസ്കാരം.